ഇന്ന് നിങ്ങൾക്കായി ഗാനങ്ങൾ ആലപിക്കാനെത്തുന്നത് പത്തനാപുരം റഹ്മാൻ. ഒരു പുലിയാണ്, അടിപൊളി പാട്ടുകളുടെ കിങ്ങാണ്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റഹ്മാൻ. നമസ്കാരം റഹ്മാൻ. നമസ്കാരം സർ. പത്തനാപുരം എന്ന് പറഞ്ഞെങ്കിലും വീട് മാറിയെന്ന് ഞാൻ അറിഞ്ഞു. അതെ, ഇപ്പൊ ട്രിവാൻഡ്രത്തോട്ട് മാറി. ട്രിവാൻഡ്രത്തോട്ട് മാറി, വളരെ അടുത്താണ് സ്റ്റുഡിയോ. ട്രിവാൻഡ്രത്തുള്ള പത്തനാപുരം റഹ്മാൻ. ട്രിവാൻഡ്രത്തുള്ള പത്തനാപുരം. പക്ഷെ ചെലവ് ചെയ്തില്ല. ഇല്ല, വീടൊക്കെ മാറി ആള് വലിയൊരു സെറ്റപ്പിലായി. കാരണം എന്റെ കൂടെ ഒരു 16 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുക. ശരി, എനിക്കറിയാം. പിന്നെ 16 ഇപ്പൊ 19 വർഷമായി. അദ്ദേഹം എണ്ണിക്കൊണ്ടിരിക്കും. അപ്പൊ മിക്കവാറും അടുത്ത വർഷം ഒരുമിച്ച് ചെയ്യാനായിരിക്കും ചേട്ടാ. 20 ചെയ്യാൻ 20 വർഷം റഹ്മാന്റെ ഒരു എന്താണ് 20 വർഷത്തെ നമുക്കൊരു പ്രോഗ്രാമായിട്ട് എവിടെയെങ്കിലും ചെയ്യാം. എനിക്ക് ചേട്ടാ, എനിക്ക് റഹ്മാനെ കുറിച്ച് പറയാനുള്ളത്, റഹ്മാനെ എനിക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എസ് ജാനകി മാമിനെയാണ്. വേറൊന്നുമല്ല, ജാനകി മാം വെറുതെ നിന്നിട്ട് പാടുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. വേറെ ഒരു എക്സ്പ്രഷനും ഫേസിലുണ്ടാവില്ല. അണ്ണൻ അറിയാലോ, ഇങ്ങനെ ഇരുന്ന് അങ്ങ് എന്ന് പറയുന്ന പോലാണ് റഹ്മാൻ. വെറുതെ ഇങ്ങനെ നിന്നിട്ട് പാടുന്ന പാട്ട് കേട്ടാൽ നമ്മൾ ഇയാളിത് പാടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. ചില പാട്ടുകാർ ചില ട്രിക്കുകൾ കാണിക്കും. അതെ, ചെറിയ കമ്മലൊക്കെ ഇട്ട്, അടിപൊളി പാട്ടുകാർ കമ്മലൊക്കെ ഇട്ട്, ഡ്രസ്സൊക്കെ ഇച്ചിരി കളർഫുള്ളൊക്കെ ആക്കി, ഷൂ വേറെ പച്ച കളറൊക്കെ ആക്കിയിട്ട് വരും. ഇത് അങ്ങനെ ഒന്നുമില്ല, ഒരു പുറമോടും ഇല്ല. മാത്രം ഇട്ടുകൊണ്ട് അങ്ങ് വന്നിട്ട് പാട്ടിലാണ് പിടിച്ചു നിൽക്കുന്ന ആശാൻ. സന്തോഷമുണ്ട് റഹ്മാനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കാൻ, നിങ്ങളുടെ പാട്ട് കേൾക്കാൻ. അടിപൊളി. ഏതാണ് ആദ്യത്തെ പാട്ട്? അത് ഒരു തമിഴ് ഗാനമാണ്, SPB സാറിന്റെ തന്നെ. നിനൈത്താലെ ഇനിക്കും എന്ന സിനിമയിലെ എങ്കേയും എപ്പോതും. ഇത് വല്ലഭന് പുല്ലു ആയതെന്ന് പറഞ്ഞില്ലേ? ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ കേട്ടോ, അദ്ദേഹം സ്പ്രിഞ്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாஸ்திரங்கள் ஓடிவிடும். எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாஸ்திரங்கள் ஓடிவிடும். கட்டழகு பொன்னிருக்கு, வட்ட வீடும் பாட்டிருக்கு, தொட்ட இடம் அத்தனையும் இன்பமில்லை துன்பமில்லை. ராராரீ எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாஸ்திரங்கள் ஓடிவிடும். சல்லாப காலம், உலகம் உல்லாச கோலம். இளமை ரத்தங்கள் ஊறும், உடலில் ஆனந்தம் ஏறும். இன்றும் என்றும் இன்பமயம். தித்திக்க தித்திக்க பேசிக்கொண்டு, திக்குகள் எட்டிலும் ஓடிக்கொண்டு, வரவை மறந்து செலவு செய்து உயர பறந்து கொண்டாடுவோம். கட்டழகு பொன்னிருக்கு, வட்ட வீடும் பாட்டிருக்க, தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாஸ்திரங்கள் ஓடிவிடும்.
ஜப்பானில் காஃபி, மாலை நியூயார்க்கில் கேபரே, இரவில் தாய்லாந்தில் சாலி, இனிமேல் நமக்கென்ன வேலி, இங்கும் எங்கும் நம் உலகம், உலகம் நமது பக்கத்திலே, வாழ்க்கை பறக்கட்டும் ராக்கெட்டிலே, இரவு பொழுது நமது பக்கம், விடிய விடிய கொண்டாடுவோம். கட்டழகு பொன்னிருக்கு, வட்டமீடும் பாட்டிருக்கு, தொட்ட இடம் அத்தனையும் இன்பம் இல்லை துன்பம் என்று ராராரீ. மேனி அவன் பேரன்னாலில் ஞானி, இன்றோ அது ஒரு ஹாபி, எல்லோரும் இனிமேல் பேபி, வெட்கம் துக்கம் தேவையில்லை, தட்டட்டும் தட்டட்டும் கைகள் ரெண்டு, come on everybody, தாவட்டும் ஆடட்டும் கால்கள் ரெண்டு, join me together, தட்டட்டும் தட்டட்டும் கைகள் ரெண்டு, தாவட்டும் ஆடட்டும் கால்கள் ரெண்டு, கடவுள் படைத்த உலகம் இது, மனித சுகத்தை மறப்பதில்லை, கட்டழகு முன்னிருக்கு, வட்டமீடும் பாட்டிருக்க, தொட்ட இடம் அத்தனையும் இன்பம் துன்பம் என்று ராராரீ. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம், ராத்திரிகள் வந்துவிட்டால் சாஸ்திரங்கள் முடிவிடும். Come on everybody, join together. Ha ha ha. Ha ha ha. Hey hey hey. Yeah. അടിപൊളി. റഹ്മാനെ എന്തൊരു എനർജിയും കാര്യങ്ങളും എന്താണ് അത് അറിയാം നമുക്ക്. റഹ്മാന്റെ ഒരു എനർജി. ഇത് MSV സാറിന്റെ ഒരു ഉഗ്രം പാട്ടാണ്. അതെ അതെ. ഈ MSV സാറ് കമ്പോസ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് കമ്പോസ് ചെയ്യണമെന്ന് വരത്തില്ല. ഈ ലിറിക്ക് ആരാ, വൈരമുത്തോ വാലിയോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹാർമോണിയം എടുത്തു വെച്ചിട്ട് അപ്പോഴാണ് അങ്ങോട്ട് പാടുന്നത്. ഈ ആദ്യം പാടുന്നതല്ല രണ്ടാമത് പാടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ പാട്ടുകാരൻ്റെ SPB സാറൊക്കെ ആദ്യമേ പെട്ടെന്ന് റെക്കോർഡർ വെച്ച് അങ്ങ് ടേപ്പ് ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ ഈ ഇപ്പം എങ്കേയും എപ്പോതും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലിൽ പോകും. ഇതാണ് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിക്കും ഇങ്ങനെ തന്നെ. ഒരു പ്രാവശ്യം പറഞ്ഞു തരുന്നതിൻ്റെ അതേ രീതി ആയിരിക്കില്ല അടുത്താണ്. പാട്ടൊന്നും തന്നെ ആയിരിക്കും, ബട്ട് ദർ വിൽ ബി ഡിഫറൻസ്. കലക്കി അടിച്ച് പൊളിച്ചു. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും റഹ്മാനെ പാട്ടുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തന്ന ആ ഗോൾഡൻ മൈക്ക് ഞങ്ങൾക്ക് വേണം. സോ പ്ലീസ്.